ഫ്രഞ്ചുകാരുടെ ഒരു അധിനിവേശത്തിന്റെയും അതില് ഒരുപക്ഷെ ബ്രിട്ടീഷ് ഇൻവേഷനെ പോലെ അല്ല ഫ്രഞ്ച് ഇൻവേഷനെ താങ്കളതിൽ ചിത്രീകരിച്ചിരിക്കുന്ന രീതിയും വേറെയാണ്. എങ്ങനെയാണ് ശരിക്കും ഒരു ഇൻവേഷന്റെ തന്നെ ഒരു ഹ്യൂമൻ ഫേസ് ആണ് ഒരു മനുഷ്യന്റെ? അല്ല, അവിടെയാണ് എന്താണെന്ന് വെച്ചാൽ പിന്നെ ബ്രിട്ടീഷുകാരിൽ നിന്ന് വ്യത്യസ്തമാണ്. ഒന്നാമതായിട്ട് ചെറിയൊരു പ്രദേശമല്ലത്. ഇപ്പം ബ്രിട്ടീഷുകാർ ചെയ്തിട്ടുള്ള ഒരുപാട് ക്രൂരതകൾ കിട്ടല്ലോ. നമ്മളിപ്പം ജാലിയൻവാല ബാഗിലൊക്കെ പോയി ആ കിണറൊക്കെ കാണുമ്പോൾ അവർ എത്ര മനുഷ്യർ കൊന്നിരിക്കുന്നു. പക്ഷെ ഇവരെങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. ഇവർക്ക് വാസ്തവത്തിൽ ആവശ്യം കാലി വെക്കാൻ ഒരു സ്ഥലമായിരുന്നു. അന്ന് ഇവർ നിരന്തര യുദ്ധത്തിലായിരുന്നു, ഈ ഫ്രഞ്ചുകാരും ഇംഗ്ലീഷുകാരും ബ്രിട്ടീഷുകാരുമുള്ള. അപ്പോൾ അക്കാലത്ത് യുദ്ധങ്ങൾ നടന്ന ഏറെയും കടലിലാണ്, കപ്പലുകൾ. അപ്പോൾ അവർക്കങ്ങനെ ഈ കപ്പലുകളിൽ ഇടയ്ക്കിടയ്ക്ക് യുദ്ധം ഉണ്ടാകുമ്പോൾ ഇംഗ്ലീഷുകാരായിട്ട്, അപ്പോൾ അവർക്ക് എവിടെയെങ്കിലും നമ്മളിങ്ങനെ ഒരു ഫുട് ഹോൾഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒന്ന് നിൽക്കാനൊരു സ്ഥലം, അതാണ് അവർ മയ്യഴി വളരെ എന്താ പറയുക സ്ട്രാറ്റജിക്കായിട്ടുള്ളൊരു സ്ഥലമാണ്. അത് ശരിക്കും ഒരു ഉയരത്തിലൊരു കുന്നിൻ്റെ മുകളിലാണ്, അതിൻ്റെ ഒരു വശത്താണ് മയ്യഴി ഉള്ളത്. അപ്പോൾ അത് കടലിനെ ഫേസ് ചെയ്യുന്നതാണ്. അപ്പോൾ അത് അവർക്ക് ഒരു സ്ഥലം കിട്ടിക്കഴിഞ്ഞാൽ ഈ യുദ്ധത്തിനെ സഹായിക്കും. അങ്ങനെയാണ് അവർ ആ സ്ഥലം പിന്നെ കൈവശപ്പെടുത്തുന്നത്. അത് വാങ്ങിയതാണെന്നാണ് കഥ. അത് എനിക്കറിയില്ല വാസ്തവമാണെന്ന്. 16,000 ഉറുപ്പ്യ കൊടുത്തിട്ട് വാങ്ങിയതാണ് മയ്യഴി കേട്ടോ, ഈ വടകര വാഴുന്നവരെന്ന് പറഞ്ഞ അവരുടെ കയ്യിൽ നിന്ന്. പക്ഷെ അന്ന് 16,000 ഉറുപ്പ്യ വലിയൊരു ഭയങ്കര തുകയായിരിക്കും, നമുക്കൊന്നും ഭാവനയിൽ കാണാൻ കഴിയാത്ത. പിന്നെ അവരവിടെ വന്ന ശേഷം അവർ ജനങ്ങളുമായിട്ട് നല്ല ബന്ധമായിരുന്നു അവർക്ക്. പിന്നെ അവിടെ പിന്നെ ചില ഫ്രഞ്ചുകാരൊക്കെ ഉണ്ടായിരുന്നു, സ്ത്രീകളുണ്ടായിരുന്നു. ഇപ്പോൾ എൻ്റെ ചെറിയൊരു ഓർമ്മയിൽ എൻ്റെ മൂത്തൊരു ചേച്ചിയുണ്ട്, ദേവകി എന്നവരുടെ പേര്. അവർ പഠിക്കുമ്പോൾ അവരെ ക്ലാസ്സിൽ ഒരു ഫ്രഞ്ചുകാരി പഠിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഇവർ രണ്ടുപേരും പിന്നെ ഇങ്ങനെ സ്നേഹിതന്മാരായിരുന്നു. അപ്പോൾ ഈ ഫ്രഞ്ചുകാരി വീട്ടിൽ വരും, എൻ്റെ വീട്ടിൽ വരും. അപ്പോൾ ഏച്ചിയായിട്ട് ഞങ്ങൾ ഏച്ചിയുടെ പറയാം, ചേച്ചിയല്ല ബാക്കി ഏച്ചിയാണ്. അപ്പോൾ ഏച്ചിയായിട്ട് ഇവരിങ്ങനെ ഫ്രഞ്ചിൽ സംസാരിക്കും. അപ്പോൾ ഞാനിങ്ങനെ അത്ഭുതത്തോടെ നോക്കുന്നു. അപ്പോൾ ക്രിസ്മസ് എല്ലാം വരുമ്പം ആ ഫ്രഞ്ചുകാരി കേക്കെല്ലായിട്ട് വീട്ടിൽ വരും. ഇത് ഇങ്ങനൊരു സൗഹൃദമാണത്. പിന്നെ കുറുമ്പിയമ്മയുടെ ഒരു വേറെ തരത്തിലുള്ള, അത് അധിനിവേശകരോടുള്ള, അവർക്ക് അധിനിവേശം എന്നുള്ള വാക്കോ അതിൻ്റെ അർത്ഥമൊന്നും അറിയില്ല. പിന്നെ നമ്മൾ ഈ വെളുത്ത ആളുകളോട് നമുക്കെപ്പോഴും ഒരു ആരാധനയാണ്. വെളുപ്പാണ് സൗന്ദര്യം എന്നുള്ളത്. എന്നോട് തന്നെ എൻ്റെ അമ്മ പറയാറുണ്ട്, എൻ്റെ കുട്ടിക്കാലത്തേടെ നല്ലവണ്ണം പഠിച്ച് നല്ല ഉദ്യോഗമൊക്കെ ആക്കിയാൽ നിനക്ക് നല്ലൊരു വെളുത്ത പെണ്ണിനെ ഞാൻ കല്യാണം കഴിച്ചു തരും. അപ്പോൾ കണ്ട വെളുപ്പാണ് പ്രധാനം. അപ്പോൾ വെളുപ്പ് എന്നുള്ളത് ഒരു ആരാധനയാണ്. അപ്പം ഈ ഫ്രഞ്ചുകാർ അങ്ങനെ കത്തി നിൽക്കുന്ന വെളുപ്പല്ല അവർക്ക്. പിന്നെ അവരുടെ ജീവിത രീതി, അവർ ആദ്യമായിട്ട് മയ്യഴിയിലൊരു കാറ് വരുന്നത് ഈ അവിടുത്തെ മൂപ്പൻ സാഹിബിൻ്റെ കാറാണ്. അപ്പം അങ്ങനെയുള്ള അവരുടെ വെളുത്ത നിറം, അവരുടെ ജീവിത രീതി, പിന്നെ അവരുടെ മദാമ്മമാർ. അപ്പോൾ ആ ഒരു ലോകം ാണ് ഈ കുറുമ്പിയമ്മ ആരാധിച്ചിരുന്നത്. അല്ല അതിൽ അധിനിവേശം അല്ല അധിനിവേശകർ അങ്ങനെയുള്ള അർത്ഥമൊന്നുമില്ല. പക്ഷെ ഇത് കുറേയൊക്കെ യൂണിവേഴ്സലാണ്. എന്നോട് ഒരാൾ പറഞ്ഞത് എനിക്ക് വളരെ സന്തോഷം തോന്നിയ ഒരു അനുഭവമാണ്. ഈ നോവൽ ഫ്രഞ്ചിൽ വന്നു, ഫ്രഞ്ച് ഭാഷയിൽ വന്നപ്പോൾ അത് ഈ പഴയ ഫ്രഞ്ച് സ്ഥലങ്ങളുണ്ടല്ലോ, ഇപ്പം നമ്മുടെ അൾജീരിയ, മൊറോക്കോ, സെനഗാൽ, പിന്നെ അങ്ങനെ നമ്മുടെ ഇന്ത്യൻ ഓഷനിൽ അതിൽ മോറീഷ്യസിൻ്റെ അടുത്ത് വരുന്നുണ്ട് ഒരു റിയൂണിയൻ ഐലൻഡ് എന്ന് പറഞ്ഞ ഒരു ദ്വീപ് സമുച്ചയം. അത് ഫ്രഞ്ചുകാർ ഭരിച്ചിരുന്നതാണ്. അപ്പോൾ അവിടെ നിന്ന് അവിടുത്തെ ഒരു സർവകലാശാല പ്രൊഫസർ മാഹിയിൽ വന്നിട്ട് എന്നെ കണ്ടപ്പം, മാഹിയില്ല ഡൽഹിയിൽ വന്നിട്ട് എന്നെ കണ്ടപ്പോൾ പറഞ്ഞു, ഈ നിങ്ങളുടെ കുറുമ്പിയമ്മ ഞങ്ങളുടെ നാട്ടിലുണ്ട് കേട്ടോ. അതാണ് ഞാൻ പറയുന്നത്, അതൊരു യൂണിവേഴ്സലായിട്ടുള്ളതാണ്. എവിടേക്ക് ഇവർ ചെന്ന് ഭരിച്ചിരുന്നു അവിടുത്തെ ലോക്കലായിട്ടുള്ള ആളുകൾ ഇവരുടെ ഈ പ്രതാപം, ഇവിടെ നിറം, ഒരു സമ്പത്ത് ഇതൊക്കെ കണ്ടിട്ട് അവരെ ദൈവികമായിട്ട് കാണുകയും ഈ കുറുമ്പിയമ്മയെ പോലെ തന്നെയുള്ള ആളുകൾ അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇപ്പം അവരായിട്ടുള്ള നല്ലൊരു ബന്ധം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പം മയ്യഴിയിലെ ഉത്സവങ്ങൾ, അവിടുത്തെ പ്രധാനപ്പെട്ട ഉത്സവം ഈ തെയ്യത്തിൻ്റെ ഉത്സവമാണ്. തെയ്യത്തിൻ്റെ ഉത്സവത്തിന് ഇവർ മുമ്പിലിരിപ്പുണ്ടാവും, ഈ സായിപ്പുമാരും പിന്നെ അവരുടെ മദാമ്മമാരും കുട്ടികളും. പിന്നെ അവർക്ക് ഇരിക്കാൻ വേണ്ടി പ്രത്യേക ഒരു പന്തലൊക്കെ ഇട്ടിട്ടുണ്ടാവും. പിന്നെ അവരുടെ പോലീസുകാരും ഇവരൊക്കെ ഉണ്ടാവും. അപ്പം അങ്ങനെ ഒരു നാട്ടുകാരുമായിട്ട് അവർക്കൊരു ബന്ധം, സ്നേഹബന്ധം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് പലർക്കും ഇപ്പം കുറുമ്പിയമ്മയെ പോലുള്ളവർക്ക് ഇവരോട് എന്തിനാണ് പോകാൻ പറയുന്നതെന്ന് അവർക്ക് മനസ്സിലായിട്ടില്ല. ഈ നല്ല മനുഷ്യരോട് പോകാൻ പറയാണ് നാട് വിട്ടിട്ട് കേട്ടോ. അപ്പോൾ
അത് നമ്മൾ പറയുന്ന ഈ കോളനിവൽക്കരണത്തിൻ്റെ വേറൊരു തലമാണ്. ഇതിൽ കുറേ കൂടി ഇത് രാഷ്ട്രീയമില്ല കേട്ടോ, രാഷ്ട്രീയ പ്രത്യയശാസ്ത്രമൊന്നുമില്ല, അത് മാനുഷികമായിട്ടുള്ള ഒന്നാണ്. ഇവർ വന്നു, ഇവർ എവിടെ നിന്ന് വന്നു അവിടെ താമസിക്കുന്നു, കുറേ കാലം 100 വർഷം അവിടെ താമസിക്കുന്നു, അപ്പോൾ ജനങ്ങളുമായിട്ടൊരു ബന്ധമുണ്ട്. അതൊരു രസകരമായൊരു സംഗതിയാണ്. അതാണ് ഞാനിതിൽ ആവിഷ്കരിക്കാൻ നോക്കിയത് നോവലിൽ പ്രധാനമായിട്ടും.